അത് വെറും റൈറ്റ് ടു ലീവ് എന്ന് മാത്രമല്ല, റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. വെറുതെ ജീവിക്കാനല്ല, പുഴുക്കളെ പോലെ ജീവിക്കാനല്ല, നമ്മുടെ രാജ്യത്ത് അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശമാണ് റൈറ്റ് ടു ലീവ് എന്ന് പറയുന്നത്. ഇപ്പോഴും ഈ അടുത്ത് ഞാനൊരു പുസ്തകം വായിച്ചൊരു അഭിഭാഷകൻ എഴുതിയ അതിമനോഹരമായ പുസ്തകം. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന ഒറ്റ ആർട്ടിക്കിളിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടത്തിയ ചർച്ചകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഇപ്പോൾ നിയമസഭകളിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും ആ ലെജിസ്ലേച്ചർ ആ നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ, ഞാൻ ആദ്യം അഭിഭാഷകനായി ചെല്ലുമ്പോൾ ഞങ്ങൾ എല്ലാ നിയമനിർമ്മാണങ്ങളിലും, ഞാൻ ഈ 25 കൊല്ലം ഈ നിയമസഭയിൽ നടത്തിയ എല്ലാ നിയമനിർമ്മാണങ്ങളിലും ഞാൻ പങ്കാളിയായിട്ടുണ്ട്. എന്റെ അഭിമാനകരമായ കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഏതെങ്കിലും സ്റ്റേജിൽ ഫസ്റ്റ് റീഡിങ്ങിലോ സെക്കൻഡ് റീഡിങ്ങിലോ തേർഡ് റീഡിങ്ങിലോ ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിലെല്ലാം രാത്രി മുഴുവൻ ഉറക്കവളച്ചിരുന്ന് അമെന്റ്മെന്റുകൾ കൊടുക്കും, ഭേദഗതികൾ കൊടുക്കും, 200-300 അമെന്റ്മെന്റ് കൊടുക്കും. അതെന്നെ കളിയാക്കും, കുത്തിനും കോമയ്ക്കും വരെ അമെന്റ്മെന്റ് കൊടുക്കും. അത് കുത്തിനും കോമയ്ക്കും അമെന്റ്മെന്റോ എന്ന് പറഞ്ഞ കളിയാക്കി, ഇത് അറിയില്ലാത്ത ഞാൻ പറഞ്ഞു, കുത്തും കോമയും വരെ നിയമത്തിന് വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുത്തില്ലാത്ത സ്ഥലത്ത് ആ കുത്തില്ലെങ്കിൽ അതിനെ പ്രഗത്ഭരായ ഒരു അഭിഭാഷകൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് ആ പ്രൊവിഷന്റെ പർപ്പസ് പോലും ഇല്ലാതാക്കും, ഇല്ലേ? ഒരു മിടുക്കനായ അഭിഭാഷകൻ. ഒരു കോമയില്ലെങ്കിലോ, ആ കോമയില്ലെങ്കിൽ അതിനെ വേറെ തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറയും, ജഡ്ജി ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ ഈ നിയമസഭയിൽ ഉണ്ടാക്കുന്ന നിയമം ഹൈക്കോടതിയിലോ ജില്ലാ കോടതിയിലോ സുപ്രീം കോടതിയിലോ ഏതെങ്കിലും ഒരു ജഡ്ജിന്റെ മുമ്പിലെത്തും. അപ്പൊ ഇത് നോക്കിയിട്ട് ചിലപ്പോൾ പറയില്ല ജഡ്ജി പുറത്ത്, ഇതൊക്കെ ആരൊക്കെ കൂടി ഉണ്ടാക്കിയ നിയമമാണ്, എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഒരു ജഡ്ജിയും നമ്മളൊന്ന് അസംബ്ലിയിൽ ഇരിക്കുന്ന സമയത്ത് മനസ്സിൽ പോലും തോന്നരുത്. അത്ര പെർഫെക്ഷനാണ് വേണ്ടത്. നിയമനിർമ്മാണത്തിൽ വേണ്ട പെർഫെക്ഷനാണ്. നിയമസഭകളും പാർലമെന്റുകളും ഉണ്ടാക്കുന്ന ആ നിയമത്തിന്റെ വ്യാഖ്യാനങ്ങളാണ് നമ്മൾ നടത്തുന്നത്, അല്ലെ? വ്യാഖ്യാനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ആ വ്യാഖ്യാനങ്ങളെ ഏറ്റവും ഫലപ്രദമായി ഒരു ഭരണഘടനയുടെ പിൻബലത്തോടു കൂടി നന്നായി അവതരിപ്പിക്കാൻ പറ്റണം. എപ്പോഴും ആ ഭരണഘടന, നമ്മൾ ഏത് പ്രൊവിഷൻ നമ്മുടെ മുമ്പിൽ വന്നാലും അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്താണ്, അത് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഏത് ഭാഗത്തു നിന്നാണ് ആ നിയമനിർമ്മാണം ഉണ്ടായിരിക്കുന്നത്, ഇത് യൂണിയൻ ലിസ്റ്റാണോ, ഇത് സ്റ്റേറ്റ് ലിസ്റ്റാണോ, ഇത് കൺകറന്റ് ലിസ്റ്റാണോ എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കണം. ചിലപ്പോൾ നമുക്ക് ആ കേസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും വേണ്ടിവരില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ തുടക്കക്കാരാണ്, നിങ്ങളത് പഠിക്കണം. രാത്രി ഇരുന്നും അതായിരുന്നു പഠിക്കണം. ചിലപ്പോൾ അത് കോടതിയിൽ പറയേണ്ടി വരില്ല. പക്ഷെ നിങ്ങൾ ഏത് കേസ് നിങ്ങളുടെ മുമ്പിൽ വന്നാലും ആ വിഷയവുമായി ബന്ധപ്പെട്ടും ആ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് അതുപോലത്തെ ഒരു കേസ് വന്നാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്സ് വരുന്ന സമയത്ത് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കോൺസ്റ്റിറ്റ്യൂഷന്റെ കാതൽ ഇപ്പൊ വളരെ അതിമനോഹരമായ ഒരു വാക്കാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന വാക്ക്. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിലൊക്കെ ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. അതിനൊരു മൊറയിലുണ്ടായിരുന്നു. അത് ആ മോറൽ പാർട്ട് നമുക്കത് അതിമനോഹരമായി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയണം. പിന്നെ കോടതിയുടെ മുമ്പിൽ വളരെ വിനയത്തോടുകൂടിയും വളരെ ഭംഗിയായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ടു ദ പോയിന്റ്. നമ്മളൊരു ലെക്ചറല്ല ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ടു ദ പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ, ഒരു പോയിന്റ് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ആലോചിക്കണം. നമ്മൾ പോകുമ്പോൾ, നമ്മളൊരു കേസ് വാദിക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ 3 പോയിന്റോ 4 പോയിന്റോ ഉണ്ട്. ആ പോയിന്റ് എങ്ങനെയാണ് അതൊന്ന് എലാബറേറ്റ് ചെയ്ത് നല്ല രസകരമായി നമുക്കത് പറയാൻ പറ്റുന്നത്? അത് പഠിച്ചിട്ട് കേസ് പോയി കഴിഞ്ഞാൽ ആ 4 പോയിന്റും അതുമൊക്കെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ചെറുപ്പത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് ആ 4 പോയിന്റും നന്നായി പഠിച്ച് നല്ല രീതിയിൽ ആർഗ്യൂ ചെയ്യാൻ നമുക്ക് കഴിയണം. പിന്നെ ഇപ്പോ കേസ് ലോ ഒക്കെ പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഏത് സബ്ജക്ട് വന്നാലും അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മളെപ്പോഴും നോക്കി വെക്കണം. ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ പറയാൻ കഴിയണം. ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ ഇന്റർനെറ്റ് സൗകര്യങ്ങളൊന്നും ഞങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അന്ന് ജഡ്ജ്മെന്റ് ടുഡേ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് 3-4 കേസ് ആകുമ്പോഴേക്കും ഒരു ഇതായിരിക്കും. അതായത് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞ് 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഇത് നമ്മുടെ കയ്യിലെത്തും. ഞങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത് പഠിച്ചിട്ട് പോകും. കാരണം ചിലപ്പോൾ ഭയങ്കര സീനിയർ ലോയർ വന്ന് അപ്പുറത്ത് വന്നിട്ട് ഒരു ജഡ്ജ്മെന്റ് പറയുമ്പോൾ നമുക്ക് കോട്ട് ചെയ്യുമ്പോൾ
നമുക്ക് ഇപ്പുറത്ത് വാദിക്കുന്ന നമുക്ക് എഴുന്നേറ്റെടുത്ത് പറയും സാർ അതിപ്പോ മാറി, ആ ജഡ്ജ്മെന്റ് മാറി, ലേറ്റസ്റ്റ് ഡിസിഷൻ ഇതാണ്. ഇതെന്നുണ്ടായി ഈ ഡിസിഷൻ? സാർ അത് കഴിഞ്ഞ ആഴ്ചയാണ് സുപ്രീം കോടതി ആ ജഡ്ജ്മെന്റ്. എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായി അങ്ങനെ പറയാൻ. ഇത് വായിച്ചിട്ട് പോയതുകൊണ്ടാണ്, ജഡ്ജ്മെന്റ് ടുഡേ വായിച്ചിട്ട് പോയതുകൊണ്ടായി. ഇപ്പൊ നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് ടുഡേ എന്ന് വായിക്കണ്ടല്ലോ. ഇപ്പൊ നമുക്ക് നെറ്റിൽ നോക്കിയാൽ നമ്മുടെ സബ്ജക്റ്റിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. അപ്പോ പല അഭിഭാഷകരും ഉണ്ട്, എല്ലാ പ്രൊഫഷനിലും നോളജ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുണ്ട്, എല്ലാ പ്രൊഫഷനിലും.